അങ്ങനെ ഗായ്സ് രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. കാഴ്ചയാടേ കാണുന്നത്. ടിഷു ബേബി ഉണ്ട് ഇവിടെ, ടിഷു ബേബി ഉണ്ട് ഇവിടെ. ടിഷു ബേബി രാവിലെ തന്നെ നീച്ചിക്കണേ. അത് നീച്ചന്ന് തലി കൂടെ അതിന് ട്രൗസർ ഇട്ട് കൊടുക്കണേ. അല്ല ബ്രജ് കൊറേ നേരം എന്റെ ഷൂ പോളിഷ് ചെയ്ത് തുടങ്ങിയിട്ട് ജന്നുള്ളൊരു ഷൂക്കാരൻ. അത് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് അടച്ചാണ് കൊണ്ടുവച്ചോ. എവിടെ അതിന്റെ അടപ്പ് ആക്കണ, അതിന്റെ അടപ്പ് അവിടെ. ഇബ്രാഹിം എന്താണ് പിന്നെ എന്നോടൊരു കാര്യം പറയാനല്ലോ. എന്താ വെച്ചാലേ ഇജയ് നീ സൈക്കിൾ എടുക്കരുത്, ഓക്കെ? ഇന്നലെ അവിടെ റോഡിൽ കൊണ്ടുപോയിക്കാണ്ട് അത് പൊട്ടിക്കണ ബിൽ പറഞ്ഞു. അവിടെ എന്തോ ഒരു മരത്തിൻ്റെ അവിടെ കരണ്ടൊരു വെള്ളം നമുക്കൂടെ എന്ത് നമുക്കൂടെ സൈക്കിൾ കയറ്റിക്കണല്ലേ. സൈക്കിൾ അഞ്ഞു മറ്റേ ഉരുട്ടണ ജീപ്പാ. ഞാൻ എന്തിനാണ് ആ മുടിയില്ലകത്ത്, എന്തിനാണ് ജിബ്രാനത് മേത്താക്കണേ? പിന്നെ എങ്ങനെ അജ്ജ് പൊട്ടിച്ചാണെന്നാണ് പറയണേ. നിഷാനൊക്കെ അടിക്കോയി മേക്കോയി പിന്നെ മേക്കോയി അടിക്കോ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അവിടെ എത്തുമ്പോൾ മൊത്തം ഇഷ്ടം. സത്യം? Is it true? 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 Is it true? ഷൂസ് ഇട്ടൊന്നുമില്ല, ഷൂസ് ഇട്ടോന്നല്ലേ ചോദിച്ചേ. ഈസ് ഇറ്റ് ട്രൂ? എന്താ ചായക്കടി? അപ്പത്തേക്ക് എന്താ ടിഷു ബേബി പൊരിച്ചുണ്ടോ? കുട്ടീനെ അങ്ങനെ പറയട്ടെ. എവിടുന്ന തത്തമ്മ? എൻ്റെ മാണ്ടക്ക് തത്തമ്മ ഫോറസ്റ്റുകാർ പിടിച്ചോണ്ട് പോകുന്ന സാധനമാണ്. ജയിലിലാണ് ഇതാണ് തത്തമ്മനെ വളർത്തുന്നത്. അറിയില്ലല്ലേ? എന്ത് ചത്ത്? നിങ്ങൾക്കല്ല ഞാൻ നിങ്ങളെ പുളിച്ചുമ്മ കയറ്റലോണ്ടേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ചൊന്നല്ല നഷ്ടം കേട്ടോ. നിങ്ങൾ പണ്ട് പട്ടിക്കുട്ടി ഇറങ്ങി, ഞാൻ പട്ടിക്കുട്ടിനെ കൊണ്ടാണ് എൻ്റെ അമ്മയെ പിന്നെ ഒഴിവാക്കി ഈ പേരേക്ക് കയറാതെ. നിങ്ങൾക്കൊക്കെ പുളിച്ചുമ്മ ഇങ്ങനെ കയറ്റിയാൽ മതി കേട്ടോ. ഗോൻ പറയട്ടെ, ഇപ്പം പറയട്ടെ. നീ പറയണ്ട. സാധനങ്ങളൊക്കെ മോഹിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പറ്റാത്ത സാധനങ്ങളാണ് നിങ്ങൾ പറയണത്. പട്ടിക്കുട്ടിയും തത്തമ്മയും കിളിയാളും അതൊന്നും ഇവിടെ പറ്റൂല, അതൊന്നും ഇപ്പം പയക്കൂല. പിന്നെ അത് മാത്രമല്ല, തത്തമ്മ അങ്ങനത്തെ കിളികളൊക്കെ ഫോറസ്റ്റ് നമ്മളെ അറസ്റ്റ് ചെയ്യും. അത് വളർത്തുന്നതല്ലല്ലോ, അത് വന്ന് കൂടിയതാണ്. അത് പറഞ്ഞാൽ കുറച്ച് ഓരോ ദിവസപ്പാടെ കൂടിയതാ, അല്ലാതെ ഇവിടെ നിങ്ങൾ ആ ടിഷ്യൂ ബേബിനെ നല്ല പോലെ നോക്കുങ്ങള്. നോക്കാണ് നിങ്ങളെ കിടക്കണേ, ഒരാൾ നോക്കാനില്ലാതെ ആ സോഫയില് കുയിന്താട്ടിയാണ്ട്. നിങ്ങളെ ആടും കുട്ടിയും ഒക്കെ അതന്നെയാണ്, തത്തമ്മക്കുട്ടിയൊക്കെ അതന്നെയാണ്. ഓക്കെ,
നിങ്ങളെ തത്തമ്മ അതാണ്. ഇതാണ് ഇവിടുത്തെ തത്തമ്മ കുട്ടി. തത്തമ്മ വർത്താനം പറയണ മാതിരി ഇങ്ങനെ വർത്താനം പറയുള്ളൂ. അങ്ങനെ ഗൈസ്, കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് വരുന്നുണ്ടോ? എന്താണ് വേദന എടുത്തിട്ടില്ല, കണ്ണുക്ക് പറയിക്കാണ്. നോട്ടെ കണ്ണോക്കട്ടെ, ഊതി തരാം. അതെ പോയിക്കോട്ടെ. അസ്സലാമലൈക്കും. കണ്ണാട്ടിക്ക കണ്ണാട്ടി ഇതണില്ല. ബസ് അങ്ങനെ ഗൈസൂല് പോയി. ഇബ്രാൻകുട്ടി മണ്ടിപ്പാഞ്ഞാണ്ട് പോണു. മുട്ടുകാലൊന്നും കാട്ടിക്ക പിന്നെന്താ, ഞാനിപ്പോ ആ ഗേറ്റ് പതുക്കെ നീക്കിയിട്ടുള്ളൂ. തട്ടി തടഞ്ഞാണ്. എങ്ങനെയാണ് തട്ടി തടയണ? എന്തുകൊണ്ടാണ്? ആ, ഞാനത് പതുക്കൊന്ന് തുറന്നിട്ടുള്ളൂ ആ കുട്ടിയൊക്കെ പോകാൻ വേണ്ടി. അപ്പോഴത്തേനും പാഞ്ഞു മുന്നില്. ഞാനിപ്പോ ആയിരുന്നിട്ടാ സാരില്ല, ഇതൊക്കെ പടച്ചാ എനിക്ക് വിരിച്ചിൽ പെട്ടതാണ്. മനസ്സിലായോ? നമ്മൾ തടുത്തിട്ടും കാര്യമില്ല. ഏയ് അല്ലേ? ആ പിന്നെയും പോണു അല്ലേ? അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ടിഷുമാക്ക് ഒരു നേരത്തെ വേണ്ടേ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അല്ലേ? ഒരു നേരത്തെ ഫുഡ് അല്ലേ ടിഷുമ? അതേപോലെ എനിക്ക് ഒരു നേരത്തെ ചവിട്ടാനും കിട്ടിക്കൊരടി അല്ലേ? ഒരു നേരത്തെ. ഇതെന്താ രാവിലെ ഓട്സ് കഴിക്കല്? ഔതും കഴിക്കൂല ഓട്സ്? നേന്ത്രപ്പഴം അത് പണ്ടേനല്ലോ. കഴിഞ്ഞോ? ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അതും കോഴിമുട്ടി നല്ലോണം കൊടുത്തു. ഇതിനെന്താ കൊടുക്കല്? അതിനൊന്നും അങ്ങനത്തെ ഒന്നും പറ്റൂല. അതിന് ഓൺലി പൊടി, ഇങ്ങനത്തെ ഐറ്റംസ്. കുറുക്കുണ്ടല്ലോ, അതും ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചു തരാം. നിർബന്ധല്ല അല്ലേ? അവളിങ്ങനെ കാൽമക്കാലൊക്കെ കയറ്റിച്ച് വലിയ തൊലിച്ചാളായിട്ട് ഇരിക്കണുണ്ടാണ്ടല്ലോ. ഒക്കെ അറിയാലോ ഇപ്പൊ ഓളെ പറ്റിയാണ് പറയണേന്നില്ലേ? പേ നോക്കി കൊടുത്താ ടിഷ, ഇങ്ങനെ 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 ആക്കി കൊടുത്താ മതി. തൃശ്ശൂരാ? അപ്പൊ ജിബ്രാൻ ഇത് കഴിച്ച ഇബ്രാഹിം വിശപ്പില്ല. ഓനൊരു ഗ്ലാസ് പാലും മറ്റേ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പൊക്കെ തിന്നിക്കണ പോലെ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ നിർബന്ധം. ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്നാ ഉണ്ടാക്കാൻ നിർബന്ധം. ഓട്സ് നല്ലതാണ്. അപ്പൊ ഉണ്ടാക്കി കൊടുത്തപ്പോ കടിച്ചില്ലേ നല്ലോണം തൊള്ളിക്കിട് കേട്ടോ, നല്ലോണം തൊള്ളിക്കിട്. ഉള്ളി തൊള്ളിക്കിട്. ഇടേ ഒന്ന് തൊള്ളിയിലാക്കിക്കണ് കുറച്ച്. എന്ത് തൊള്ളിക്കിട്. അണ്ണാക്കിക്കിട്. വെറുതെ നീറാൻ നിൽക്കണ്ട ടിഷ ബേബി. ഉള്ളിയാണത്, ഉള്ളി തൊലി കളഞ്ഞ ഒരു സൈഡ് അരിഞ്ഞ ഉള്ളിയാണ്. എന്തേ അല്ല, ഓള് നിലത്തോളേതായാലും കേട്ടണ നോക്കട്ടോ. ഇരിക്കല്ല, പിന്നെ അത് നീറുമ്പോ തുപ്പ് എന്തായാലും പുടിച്ചോക്കെ തുപ്പിക്ക ടീഷ, തുപ്പിക്ക. തിന്നാല പരിപാടി കേട്ടോ ഗൈസ്. ഇതിന് പിരാന്തായി നോക്ക. ചെറിയതാകണില്ല, എരിയണില്ല. ഈ ചോദന നോക്ക അങ്ങനത്തെയൊക്കെയാണ്. അണ്ണാക്ക് കിടണ്ടേ
എരിവും സ്പൈസി പുളിയും. എന്നാലും ഞാൻ ഈത്തപ്പഴം പാലിൽ ഇതാക്കിങ്ങാണ്ട് കുറുക്കി കൊടുത്ത് തിന്നതന്നെയല്ലേ ഞാൻ പറയുമ്പോ തിന്നണ്ട ഡിഷ ബേബി. എൻ്റെ തള്ള മൈൻഡ് ചെയ്യാതെ നിൽക്കണം എനിക്കൊന്ന് എരിഞ്ഞോട്ട് എഴുതിയിട്ട്. ആ പക്ഷെ അണ്ണാക്ക് കുടുങ്ങ എരിയണതല്ല. ഓ എനിക്ക് തരുന്ന നോക്കാം. എൻ്റെ തൊള്ളി കിട്ടിയ കത്തിമക്ക് തരുന്ന നോക്കട്ടെ കുട്ടി. എവിടുക്കാണ് ആണോ അവിടെ പോരി. പക്ഷെ ഉള്ളി അവിടെ കൊടുത്തുകാണ്ട് വാ. ഇങ്ങോട്ട് വാ. അതിൻ്റെ അടിയിലുള്ള മുഖൊന്ന് പാടിയോ മുട്ടും കാല് കുത്തിയോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പൊ കഴിക്കണല്ലേ? അപ്പൊ ഇന്ന് നമ്മള് ബീഫ് വാങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മള് ചിക്കനാണ്. പൊതുവെ നമ്മള് വെള്ളിയാഴ്ച ബീഫാണ് വാങ്ങല്. പക്ഷെ ചിക്കന് ഞാൻ ഇന്നലെ ചിക്കൻ വേണോ? കിഴങ്ങും മുട്ടയൊക്കെ വെച്ച് ഉപ്പേരി ഉണ്ടാക്കിയോ മതിയോ? ചിക്കൻ വേണോ? ചിക്കൻ കഴിക്കില്ല. പക്ഷെ നമ്മള് കഴിക്കണം കേട്ടോ. ചിക്കനാണ് നല്ല പ്രോട്ടീൻ ഉള്ളത്. ചിക്കൻ തിന്നും. ബ്രോസ്റ്റ് അങ്ങനത്തെ ചിക്കൻ തിന്നും. അല്ലാതെ തിരിക്കണം. നമ്മൾ വെക്കുന്ന ചിക്കൻ പൊരിച്ച ചിക്കനും തിന്നും. വെള്ളം കൊക്കോളെ ചോട്ടാനെ കുറ്റിക്കും തെറ്റാനിക്ക് വെള്ളം കൊക്കോള ചെഞ്ചീരാറ്. അതുകൊണ്ട് പണ്ട് 4ാം ക്ലാസ് പുസ്തകത്തിലുണ്ട് ചെഞ്ചീരാറിന്റെ പാടം തന്നെ ഉണ്ട്. നമ്മൾ കറി വെച്ചില്ല താളിപ്പ് കഞ്ഞിവെള്ളത്തിൽ അളിച്ച് അൻ്റെ ഒഴിച്ചിക്കണേ. നീ ചെയ്യുമ്പോ തോടണ്ട ജിരിക്കണില്ല. ഞാൻ കഴിക്കട്ടോ. പ്രശ്നമൊന്നുമില്ലല്ലോ. സങ്കടം ഉണ്ടോ? വെറുതെ രസല്ലേ അങ്ങനെ കണ്ടറിയുമ്പോഴല്ലേ മനസ്സിലായില്ല ഗൈസ്. ഇവിടെ സ്വഭാവം കഴിക്കട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണല്ലോ. ചോറോ? അങ്ങനെ ചോറ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഇന്നലെ എന്തേനപ്പോ? ഇന്നലെ അമ്മച്ചി വെറൈറ്റി കൂട്ടാണ്ടാക്കിയില്ലേ? അത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലേ? ഇന്നിപ്പോ നിങ്ങൾക്ക് മുട്ട കൂട്ടാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഓനെ പള്ളർച്ച് ചോറ് തിന്നു ഫുള്ള് തിന്നു അവന് കുഞ്ഞ്. നല്ല തീരുമാനം അല്ലേടാ ഇബ്രോ. പുതിയ കാറോ? ഇപ്പോഴല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുക്കാം. കുറച്ച് കാലം കഴിഞ്ഞിട്ട് പൈസ ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് കുറച്ച് വലുതെടുക്കാം. ഓക്കെ അല്ല നല്ലേ? എൻ്റെ അഭിപ്രായം എന്താ? ഇന്നോവേ വേണ്ട ഫോർച്യൂണറാ വേണ്ടേ? അല്ലെങ്കിൽ സിയാറ. യെല്ലോ കളർ സിയാറ നോക്കാം. അറിയാം എന്ത് കുറച്ച് അത് പഴയ വണ്ടിയിട്ടാണ്. നമ്മളിനി പുതിയ എടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. പൈസ എടുക്കൂട്ടിയില്ല. ടിഷബേബിക്കാരൻ ഡ്രൈവർ അല്ല ടിഷമ്മ. കോഴിമുട്ട എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അത് നാടൻ മുട്ടയാണ്. കോഴിയിട്ട മുട്ടയാണ്. കോഴിയിട്ട മുട്ട കോഴിൻ്റെ അവിടിൽ കൊണ്ടുപോയി വെക്കണം 21 ദിവസം. കോഴി എന്നിട്ട് അതിൻ്റെ മേലെ അടയിരിക്കണം. അപ്പോഴേ കോഴിമുട്ട വിരിയുള്ളൂ. അല്ല ആ കോഴിമുട്ട കൊണ്ടുപോയി എടുത്ത് വെച്ചിട്ട് ഇതെന്താ ചക്കപ്പഴ വയ്ക്കാൻ അരിയിൽ പുത്തിയാൽ മതി വെച്ചോളൂ.
കോഴി മുട്ട കിട്ടുമ്പോലൊക്കെ എടുത്താക്കുമ്പോ കൊഴുണ്ടാണ്. ഗൈസ് കുഞ്ഞോള് സ്കൂട്ടി പഠിക്കാൻ പോവാണ് പോലെ. ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ ഗൈസ്, ഈ കുട്ടിന്റെ മുഖത്ത് നോക്കിയാണ്ട് ഇവക്ക് പറയാൻ തോന്നിയല്ലോ എന്നോട് സ്കൂട്ടി പഠിക്കട്ടെ. കുട്ടിനെ വെച്ചല്ലേ ഞാൻ സ്കൂട്ടി അടിച്ചത്. പക്ഷെ കുട്ടിനെ വെച്ചാണ്ടല്ല, പക്ഷെ കുട്ടി എല്ലാ പുതിയാപ്പിളാരും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികള് ചെറിയ കുട്ടികളെ പഠിപ്പിച്ചൂല. നിങ്ങൾക്ക് അതിന് ചെറിയ കുട്ടികളില്ലാതെ കാർ ഓട്ടോമാറ്റിക് എടുത്തിട്ട് പഠിപ്പിക്കാറാണല്ലോ. അതാകുമ്പോ ഇതിനെ പേടിച്ചിട്ടുണ്ടാവും. നിർത്തിക്കളട്ടോ, നിർത്തിക്കള 1 2 തിന്നാണ് നിർത്തിക്കളട്ടോ മാനെ. നമുക്ക് നല്ലതിനല്ല. അതായത് കിട്ടില്ലേ കൊടുക്കാല് 2020 ഗോൾഡാണ്. ഒന്നാണ് രസല്ലേ. ആദ്യം കിട്ടിയ മുണുങ്ങാടാ. അങ്ങനെ ഗൈസ് ഐഷമ്മ വേദിയിൽ എത്തിയിട്ടുണ്ട്. ടിഷുമ്മ ഐഷമ്മ വന്നിക്കണോ? ടിഷുമ്മ വന്നിങ്ങട്ടെ നല്ലോളി ചീച്ചില് പഞ്ചാമ്പേന്റെ മാതിരി ഉണ്ടായിരുന്നു. പാരാസെറ്റാമോൾ കൊടുത്തേക്കണേ. ഉറങ്ങി നീച്ച് അപ്പിട്ടിക്കണേ പാമ്പേച്ചിലായ ഊരി കൊടുത്ത് ഒരു മേലെ അവിടെ കെടുക്കാണ്. എന്താണ് അബ്രോ മേലെ പരിപാടി? സിറ്റോട്ട് നമ്മളെന്തെങ്കിലും തിന്നുമ്പോ ചളിയാവില്ല, അതിന് മേലെ കേൾക്കാം. കൊറേ അതിനെന്തിനാണ് ആണുങ്ങ പറഞ്ഞ ഇത് പുല്ല് ഒരു കെട്ട് ഞാൻ ഇതാക്കിട്ടു പറിച്ചിടാൻ പറ്റുമോ? പുള്ളു പറിച്ചോളേ അങ്ങനെ പറ്റുമോ? ജന്തുക്കൾ വന്ന് കൂടും. അതും അതൊക്കെ അവിടെ ഉണ്ടാകാനുണ്ട്. ഇപ്പൊ റോട്ടിൽ കിടാന് വണ്ടി ഇടാന് അവിടെ വെറുതെ ഇന്നത്തെ പെയിന്റ് വരുത്തി കളയാൻ നിൽക്കണ്ട കേട്ടോ. നോമ്പോണിയാണ് അറിയാണ്ട് ഞാനോട് വരാം. മേലെ പോയോട്ടെ. എന്തിനപ്പ എടുത്തു വന്നേ? മര്യാദക്ക് കൊണ്ടേച്ചോ പൊട്ടണെങ്കി കേട്ടോ. ഗൈസ് മേലെ ഇപ്പൊ കുഞ്ഞോളൊക്കെ എന്തോ കാര്യമായിട്ട് പണിയിലാണ് കേട്ടോ. പോയോ എല്ലാ ഫുഡും വിടങ്ങിട്ട് ഉണ്ടാക്കണ്ട ഒരു വൃത്തിയായതായാലും ഞാൻ കൊറേ കാലമായി ഇതിങ്ങനെ കരുതണേ. ഒന്ന് വൃത്തിയാക്കണം എങ്കിലൊന്ന് മനസ്സ് കണ്ടല്ലോ അല്ലേ? അങ്ങനെ പഠിത്തം കണ്ടല്ലോ. ഇബ്രാഹിം അസ്ലസ് മറ്റേ ക്ലീനിങ് ബോയിന്റെ മാതിരി ഉണ്ട്. ഉണ്ടായതുകൊണ്ട് കൊറേ നേരം വൈകില്ലേ? ഉണ്ടായതുകൊണ്ട് കൊറേ നേരം വൈകില്ലേ? ഇതൊക്കെ ഞാനൊഴിച്ചത്. പക്ഷെ ഇവരെ മേലെ നിർത്തുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ആരും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങള് കേറിയപ്പോ കേറിയതാ. ഓലെ 3 ആള് ഞാൻ താഴ്ത്തി കാട്ടിട്ടൊക്കെ ഇവിടെ സോപ്പും പത തലക്കിപ്പ ഒരു മണ്ടിപ്പായും തലടിച്ചു പോകും. ഞാനും വെച്ചു മാത്രം ഇവിടെ പറഞ്ഞു.
വെച്ചിട്ട് കൊണ്ടുവന്നിട്ടാ മതി. എന്നിട്ട് അതിന്റെ മേലെ ആ സ്റ്റാൻഡ് വെക്കുക. അത് അജാതി വെയിലാണ് കൊണ്ടുപോകണം, അതാണ് കരി. എന്താ അവിടെ വെയിലില്ല, ആ വെയിലൊക്കെ പറയാൻ പറ്റും. അവിടെ ആകുമ്പോ എപ്പോഴെങ്കിലും നമുക്ക് അവിടെ പോയി ഇരിക്കുന്നുണ്ടാവും. ഇവിടെ രസമല്ലേ, ഒരു വൃത്തി ആയിക്കോളൂ. ഇരിക്കണില്ലല്ലോ അവിടെ. ഈ ടേബിളും കസാല ഇട്ടിട്ട് ഇത്രയും കാലം ഇവിടെ ഒന്ന് വന്നിരുന്നില്ല. ഇനി ഞാൻ വരും, അതിനാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ വരില്ല, നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് മടിയല്ലേ സ്റ്റെപ്പ് കയറുമ്പോ, സ്റ്റെപ്പ് കയറാന്. ഈ ടേബിളൊക്കെ ഗ്യാസ് കൂടി ഇരിക്കലിൻ്റെ അന്ന് വാങ്ങിയിട്ടതാ. തുരുമ്പിടിച്ചിട്ട് പോയി എന്നല്ലാതെ ഈ കസാല എനിക്ക് പറ്റിയ കസാല ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓരോ കളറൊക്കെ നോക്കിയാണ്ട് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ തുരുമ്പിടിച്ചു. എന്താടാ പ്രശ്നം തുടങ്ങി, കച്ചറ തുടങ്ങി. വെറുതെ ഇതുണ്ടാക്കി കച്ചറ. ഇതണ്ട പോര് മാണ്ട കച്ചറ ഉണ്ടാക്കും, ഏതുണ്ടാക്കും ഇങ്ങോട്ട് പോര്. കൊറേ വർത്താനൊക്കെ പറഞ്ഞു അപ്പൊ പോകണ മനസ്സിലാവൂല. ആരൊക്കെ വർത്താനം പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞു നിങ്ങള് പറയ്. ഇപ്പൊ ഓർമ്മല്ല മതിയില്ലേ? എന്താണെന്നാലും ഒരു കാര്യം പറയും. നമ്മളെ ഈ വീട് ഉദ്ഘാടനം ആവുമ്പോ നല്ല സന്തോഷമില്ലായിരുന്നു. ഇപ്പൊ അത് പണിയെടുക്കുമ്പോ എന്തൊരു കഷ്ട. അതൊക്കെ പറഞ്ഞോ മെച്ചി പറയാനൂടെ? അല്ല ഞാനും മെച്ചിനോടെ. അതിലും മെച്ചി എന്താണ് എന്തൊക്കെയാ പറഞ്ഞു? എന്താണ് പറഞ്ഞ ഒരു കാര്യം പറ. ഇമ്മച്ചി പറഞ്ഞു, ഇമ്മച്ചല്ലോ പറഞ്ഞത്. ലോൻ പറയേ ഇവിടെ നിങ്ങളിത് പണിയെടുത്തപ്പോഴേ നേരം പോണി നിങ്ങൾ വെറുതെ എടുത്തേക്കല്ലേ പണി. ഞങ്ങളോരോ വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്ത് വർത്താനങ്ങൾ പറഞ്ഞത് ഞാൻ കൊടുത്താ അലോനൊന്ന് കാട്ടിക്കോ. ഓനക്കൂടെ കഴിഞ്ഞ ഓന് കൊടുത്തോട്ടെ. ഇതെന്താ കൂടി എനിക്കറിയില്ല. എടാ ഒരു സൈഡ് കാക്കല്ലേ വേണ്ടത്, വെള്ളം കഴിയ വേണ്ടത്. അത് കഴിഞ്ഞില്ലേ? മതി. മരുവിൻ്റെ ആ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. നിസ്കരിച്ചാൽ എല്ലാവരും പോയിട്ട് അതെ പോയിക്കോളെ. അതെ നിസ്കരിച്ചാൽ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണല്ലോ ഗൈസ്. കുശുമ ഇതെന്താ ചക്ക കൂട്ടാനാ പൂള കൂട്ടാനാ? തറവാട്ടിലൂടെ പൂള കൂട്ടാനാണ് വരുന്നത്. ചക്കയാണ് പൂള കൂട്ടാനാണ് വരുന്നത്. എന്നാ തിന്നണ്ട ചായ. പിന്നെ ആയിക്കോണോ ചക്ക കൂട്ടാൻ? ആ നാളെ ഇതൊക്കെ നോൽക്കണമെന്ന് നോറ്റാ മതി കേട്ടോ. അപ്പൊ മെച്ചെടുക്കണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാം മെച്ചി റമദാൻ മാസത്തെ പോയത് കളാവ് വിട്ടാണ് അറിയാന്. പ്രസവിച്ചെടുക്കല്ലേ മെച്ചി നോൽമ്പാകാനായിക്കണ് 10-15 ദിവസമുള്ളൂ. അന്ന് നോറ്റാ മതി കേട്ടോ. ഫുള്ള് അജ്ജാണല്ലോ എന്റെ കാര്യം നോക്കുന്നത്. അങ്ങോള വാപ്പാന്റെ കുട്ടികളാവുമ്പോ ആവേശം ഉണ്ടാവും. ആവേശം എല്ലാവർക്കും നല്ലത്. പിന്നെ ഇതേമാതിരി പിന്നെ 5 വയസ്സായിരുന്നു. 5.5 വയസ്സായിക്കണ്. ആ ഒരു നോമ്പ് നോറ്റത് 5:30 മുറിച്ചാൻ പുറപ്പെട്ടു. 5:30 ഇതേ അതിൽ ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ മുറിച്ചണം നടന്ന് ഒഴിച്ചാണ്. അപ്പൊ ഞാൻ കുറച്ചേരം കൂടി മറങ്ങാണ്ട് ഇതായിങ്ങാണ്ട് ഏതായാലും മുഴുവനാക്കി അവർ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ കൊണ്ട് ആ പിന്നെ ഇതിൽ പിന്നെ ആ വയസ്സിൽ നോക്കുമ്പോൾ
എത്ര വയസ്സിലാണ്? അമ്പ്രൂന്റെ ഒക്കെ പ്രായം പക്ഷെ ഫുള്ളായിട്ടില്ല. ഓന് കുറച്ചെത്തുമ്പോ ഒരു അതേമാതിരി ഈ ജിബ്രാന്റെ പ്രായത്തിലാണതേ അബ്രുവിന്റെ. ഞങ്ങൾ ഈ ചായ കൊണ്ട് കളിപ്പിച്ചു കേട്ടോ. ഓക്ക് വേണ്ട ജോ ഓള് കുടിച്ചിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം ചായ കുടിക്കട്ടോ. ചായ കുടിക്കണ്ട. എന്താ പറഞ്ഞ ഇപ്പൊ എന്റെ സ്വഭാവമാണ് കിട്ടിയത്. ചെറുപ്പത്തിൽ തന്റെ സ്വഭാവമാണ് ഇപ്പൊ കിട്ടിക്കളെ. ഈ വലിയതാകുമ്പോ എന്റെ സ്വഭാവം കിട്ടാൻ ഞാൻ മദീനി നില പ്രാർത്ഥന അല്ലേ. ചെറുപ്പത്തിൽ ആവേശമല്ല അതൊക്കെ നല്ലത്. അപ്പൊ എന്റെ സ്വഭാവം ഇഷ്ടമല്ല ഇബ്രാൻക്ക്. നിങ്ങൾ ആ കള്ളും കൂടി സിഗരറ്റും ഒക്കെ എന്തോ കുപ്പിയൊക്കെ കുടിച്ചുണ്ട് ഞാൻ കാണലുണ്ട്. ഇതോ എത്തായും പറയാ നിങ്ങളെന്താ ഒരു സംഭവം കുടിച്ചലുണ്ടല്ലോ. അല്ല പന്തളിക്കൊക്കെ പോകുമ്പോ ഒരു സാധനം കുടിച്ചോ. പ്രോട്ടീൻ ഡ്രിങ്ക് അല്ല, മറ്റേ പെപ്സി കുപ്പിയിൽ കിട്ടുന്ന വേറൊരു സംഭവം അല്ലേ. റെഡ് ബുള്ള്. അത് മാത്രമല്ല നിങ്ങളൊരു ദിവസം എന്താ ഒരു സ്ഥലത്തേക്ക് പോയില്ല അവിടുന്ന് നിങ്ങള് ആ കള ഏതാ മുടി വളർത്തി മാൻകാക്കോ? ഞങ്ങള് പോയി കണ്ട് കള്ളു പിടിച്ചിരുന്നോ? എന്നോട് ആരാ പറഞ്ഞേ? എന്നോട് ആര് പറഞ്ഞേ? എങ്ങനെ അറിയണേ? തന്നെ പണ്ടെന്ന് അറിയപ്പോ സിഗരറ്റും പണ്ട് സിഗരറ്റ് വലിച്ചതില്ല, പിന്നെ സിഗരറ്റ് നിർത്തിയപ്പോ അമ്മ ഒരു ദിവസം പന്തളിക്ക് ജയിച്ചില്ല. അന്ന് നിങ്ങള് പുറത്ത് കാണാൻ പെട്ടി ഞങ്ങള് വലിച്ച ഇമ്മച്ചി പറഞ്ഞല്ല അമ്മ എന്താ സിലക്കാക്കുന്ന ഉമ്മച്ചി തുടക്കാൻ വന്നു എന്താ ക്ലീൻ ആക്കാൻ വന്നപ്പോ ഇതെന്താ ചോദിച്ചപ്പോ മുണ്ടേരിക്കോയെന്നോ. എന്റെ ഉപ്പച്ചക്ക് ശരീരത്തിന് കേടുവാണെങ്കിൽ വലിച്ചോട്ടെ. വലിച്ചോട്ടെ ഞാനും അതല്ലേ പറയാം. ഞമ്മക്ക് പറയാനല്ലേ കഴിച്ചുള്ളൂ, ഉമ്മാരുടെ കുട്ടികൾക്കൊക്കെ പറയാനല്ലേ കഴിച്ചുള്ളൂ. ഇപ്പച്ചി നാസാകാണ് കരാട്ട പഠിച്ചിണ്ടേ. അടുത്ത വഴിക്കല്ലോ ബെൽറ്റ് ഇട്ടു അപ്പൊ നിങ്ങള് ശരിയായി. മുളകിന് വെള്ളം പറഞ്ഞില്ലേ? നിങ്ങള് പറഞ്ഞില്ലേ വെള്ളം പാരാന് വെള്ളം പാരണ്ട. ഓരോ ഐക്ക് നനിയനിലാറ് മുറ്റാണ് ഫുള്ള് പോണത്. വെള്ളേ എത്രങ്ങാനും വെള്ളം വെള്ളത്തിന് ഒരു പരിപാടി അപ്പൊ 2 വട്ടാണ് മോട്ടർ നിറഞ്ഞ് രാവിലെ ഉണ്ടായില്ലോ. രാവിലെ മോട്ടർ വെള്ളം കൊണ്ടില്ല കളിയാ പറഞ്ഞില്ലെങ്കിൽ തന്നെ അതൊക്കെ എടുത്തിട്ടോ. അപ്പൊ ഞാൻ മണ്ണപ്പാനോട് പറഞ്ഞോണ്ട് ഇമ്മച്ചി പറഞ്ഞിട്ട് നടക്കണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് തിന്നോട്ടേ കുട്ടിനെ ചവിട്ടല്ല ഇബ്രാഹിം.
ഇബ്രാനെ അവിടുന്ന് ബാഗൊക്കെ മറിഞ്ഞാലേ അവിടുന്ന് ഇറങ്ങിയാണ്ട് മാറ്റിക്കച്ച എന്തിനാണ് ഇപ്പൊ അത് ഇട്ടെന്ന ആ ബാഗൊക്കെ മറി അട്ടയിലെ കിട്ടൂലട്ടാ ഓളിപ്പോ കളിയിലാണ്. ഈ ഓളിപ്പോ വേറെ കളിയിലാണ്. അല്ല റാഷിദ എങ്ങനെ ഇപ്പൊ അതവിടെ എത്തിയത് ഒറ്റയ്ക്ക് കയറിയാ നിൽക്കാം. ടിഷുമാ ഡേ ടിഷാനെ വിളിച്ചിനെപ്പച്ചി അങ്ങോട്ട് താഴ്ത്തിക്കാണ് ഞാൻ താഴ്ത്തിക്കാ. ഒറ്റക്ക് കയറി പോയി കഴിഞ്ഞപ്പോ അവിടെ തട വെക്കേണ്ടി വരുമല്ലോ ഞാൻ കേറുന്ന കണ്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് കേറിയതാ. ഇറങ്ങിക്കൂടെ ആ പിന്നെ സീസക്ക് ആര് ശുംബുറാ മണാണ് ഇബ്രാൻ കൂടെ